മഞ്ഞുമഴ എന്ന് കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ അമ്ലമഴ എന്നും കേട്ടിട്ടുണ്ടാവും. പക്ഷെ പദമഴ എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ തൃശ്ശൂരിൽ പദമഴ പെയ്ത കാര്യം ആരൊക്കെ അറിഞ്ഞു? മഴയ്ക്ക് ശേഷം റോഡുകളിലും പറമ്പുകളിലൊക്കെ ഈ ഒരു പദ വന്ന് നിറഞ്ഞു കൂടുകയായിരുന്നു. ഈ ഒരു ദൃശ്യം നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നാലെയുള്ള റീസൺ, അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. മഴ പെയ്യുന്ന സമയത്ത് മഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിന് മഞ്ഞുമഴ എന്ന് പറയും. അപ്പം മഴ പെയ്യുന്ന സമയത്ത് പത വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് പദമഴ എന്ന് തന്നെയല്ലേ പറയുക. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പത വരാൻ കാരണം? മഞ്ഞ് വരാന്നുള്ളതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ പത വരൂ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. നമ്മളുടെ തൃശ്ശൂരിലാണ് ഈ ഒരു സംഭവം നടന്നത്, പദമഴ. പാർലം പഞ്ചായത്തിലെ വെങ്ങിനശ്ശേരി ഭാഗത്താണ് ഈ ഒരു പദമഴ ഉണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുതൽ തുടങ്ങിയ മഴയായിരുന്നു ആ ഭാഗത്ത്. അതിനുശേഷം റോഡുകളിലും അതേപോലെ തന്നെ പറമ്പുകളിലൊക്കെ പദ വന്ന് നിറഞ്ഞു കൂടുകയായിരുന്നു. ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത്. മഴയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഈ ഒരു പദ കനാലുകളിലും അതേപോലെ തന്നെ പറമ്പുകളിലും വീടുകളുടെ ഉമ്മർത്തൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുകയും കുറച്ച് നേരങ്ങൾക്ക് ശേഷം അത് പറന്നു പോവുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ പറ്റിയത്. രാസമാലിന്യങ്ങളോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും വെള്ളമായിട്ട് കലർന്ന സമയത്താണ് ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഇനി ആ പരിസര ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ആഭരണത്തിൻ്റെ പണികൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, സ്വർണ്ണപ്പണികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽസോ കാര്യങ്ങളോ കൂടിക്കലർന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം. ഇത് കാലാവസ്ഥയിൽ വന്ന വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതിഭാസമോ അങ്ങനെയൊന്നും അല്ല ഇത്. അപ്പോൾ ഈ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വെള്ളത്തിനോട് കലർന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയ ന്യൂസ്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവർ അത് ടെസ്റ്റ് ചെയ്യുകയെ അതിനെക്കുറിച്ച് പഠനം നടത്തുകയൊക്കെ ചെയ്തിട്ട് അറിയിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കേൾക്കണം, കാണണം എങ്കിൽ ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.